എടാ നിനക്ക് സാലറി കയറിയായിരുന്നോ? ഇല്ല, എനിക്ക് കയറിയില്ല. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തേ ഉള്ളൂ, ഇതുവരെ കയറിയിട്ടില്ല. ഇങ്ങനെ പോയി എങ്ങനെയാടാ ശരിയാവുന്നത്? എല്ലാ പ്രാവശ്യവും ഇതാണല്ല. എനിക്കാണെങ്കിൽ ലോണും പിന്നെ EMI എല്ലാം ഇപ്പൊ പെൻഡിങ്ങാ. നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? നീ ഒന്ന് സംസാരിക്കും, അല്ലാതെ എങ്ങനെയാ ശരിയാവുന്നത്? ചേട്ടാ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലേ? ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. അറിയാൻ അങ്ങോട്ട്. ഓക്കെ. ഞാൻ പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. ഇന്നാ ലാസ്റ്റ് ഡേറ്റ്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. എല്ലാ പ്രാവശ്യം ഞാൻ തന്നല്ലേ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്? എനിക്കറിയാല്ലേ എപ്പോ അടയ്ക്കണമെന്ന്. പിന്നെന്തുവാ? അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സാറ് ടാർഗറ്റ് ഓർമ്മയുണ്ട്, മറന്നിട്ടല്ല. നാളെ തന്നെ അത് കൺഫേം ആക്കാം. ഞാൻ തോമസ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കൺഫേം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ, പേടിക്കണ്ട, ഞാൻ നാളെ തന്നെ റെഡിയാക്കാം. ചേട്ടാ നോക്കിക്കേത്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ. നിനക്ക് ജോലിയില്ലെന്നറിയാം. നിനക്കോ ജോലിയില്ല, എന്റെ ജോലിയുടെ കളയാനുള്ള പരിപാടിയാണ്. എന്ത് പറ്റി? ഞാൻ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നീ കണ്ടല്ലേ, അതിനിടയിലാണ് നിന്റെ ചുരിദാറും കോപ്പും. അത് ചേട്ടാ മീറ്റിംഗിലാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പുതിയ ചുരിദാർ വാങ്ങി, അത് കാണിക്കാനായിട്ട് വന്നതാണ്. നിനക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നില്ലേ? പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുള്ള പൈസ കളയുന്നത്? ചേട്ടാ അതിന് വലിയ പൈസയൊന്നും ആയിട്ടില്ല, ഞാനത് ഓൺലൈനിൽ കണ്ടപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. നീ എവിടെ നിന്ന് മാറ്റി എന്താ കാര്യം? നീ അല്ലേ ഇടുന്നത്, വലിയ വിലയൊന്നും കാണില്ല. എത്ര നാളായിടി നിന്നെ കണ്ടിട്ട്? എനിക്കൊരു മാറ്റം ഇല്ലല്ലോ, പണ്ടത്തെ പോലെ തന്നെയാ. പക്ഷെ നീ ഒരുപാട് മാറിപ്പോയി. കോളേജ് ലൈഫിലേക്ക് എങ്ങനെ നടന്നിരുന്നേ നീ? ഇപ്പൊ ഒരുമാതിരി ഒതുങ്ങിക്കൂടി. നിനക്ക് എന്തു പറ്റിയടി? അതൊക്കെ ഒരു കാലം. ആ ചേട്ടാ, ഇതെന്റെ ഫ്രണ്ട് റിയ, എന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. ജസ്റ്റ് കാണാനൊന്നും വന്നതല്ല, എനിക്ക് ഇവളെ കൊണ്ടൊരു ഹെൽപ്പ് വേണം. ഇവിടെ കൊണ്ടോ? എന്ത് ഹെൽപ്പ്? ഈ വർഷത്തെ ആർട്ട് ഫെസ്റ്റിവലിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ തീമിന് ഇവളാണോ ചിത്രം വരച്ചു തരേണ്ടത്? വരയ്ക്കാൻ ഇവളോ? മര്യാദകൾ എഴുതാൻ പോലും അറിഞ്ഞത് ഇവളാണ് വരയ്ക്കാൻ പോകുന്നത്. കൊള്ള. എന്താ ഏട്ടാ, എന്താ നോക്കുന്നേ? ഒരു സാധനം വച്ച സ്ഥലത്ത് കാണില്ല. നീ അല്ലേ ഈ ഷെൽഫ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇന്നലെ വെച്ച ഫയൽ എവിടെ? ഏത് ഫയല്? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വെച്ച സ്ഥലം എനിക്ക് അറിഞ്ഞൂടെ? നീ പോയതില്ല, എവിടെയും കൊണ്ട് വെച്ചതായിരിക്കും, അല്ലാതെ അവിടെ പോവാനാ. നാശം നശിപ്പിച്ച് ഒരു കാര്യം മര്യാദ ചെയ്യാറുണ്ടല്ല. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എന്ത് പറഞ്ഞാലും ഒരു മോങ്ങൽ, മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഒന്നിറങ്ങി പോവാവോ? ഞാൻ വീട്ടിലേക്ക് പോവാം. ശരി, ഇഷ്ടംപോലെ. മേഘേ, അതൊന്ന് ഓഫ് ചെയ്യടി. എടി മേഘേ,
ഇത് ഇതുവരെ തീർന്നില്ലേ? ഇനി പോവാൻ സമയമായി. ഇത് ഇപ്പൊ തീരും. എന്നിട്ട് ഞാൻ ലഞ്ച് എടുത്ത് വെക്കാം. എനിക്ക് ലഞ്ചൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. മതി തേച്ചത്, കുറെ നേരമായാലും തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് എന്താ? മേഘയില്ലേ ഇവിടെ? ഓ, വീട്ടിൽ പോയി കാണുമല്ലേ? ഞാനിത് ഇവിടെ തരാൻ വേണ്ടി വന്നതാ. അവള് വരുമ്പോ കൊടുത്തേരും. എന്തായത്? ആർട്ട് ഫെസ്റ്റിവലിന് അവൾ എനിക്ക് വരച്ചെന്ന ചിത്രം ഇത്. വരുമ്പോ അത് കൊടുത്തേക്ക്. അതെ, പറയുന്നുണ്ടെന്നും തോന്നല്ലേ. നിങ്ങൾ അന്ന് അവളെ വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിലേ മേഘയെ സമൂഹം അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയായി മാറിയാണ്. എങ്കിലിന്നേ ഈ അവസ്ഥ അവക്ക് ഉണ്ടാകില്ലായിരുന്നു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുക. എന്തിനാണെന്നറിയാവോ? അവളെ തിരിച്ചറിയാതെ പോയതിന്. പിന്നെ ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിന്റെ സപ്പോർട്ടാ. അത് അവക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയെന്നാ. മേഘ, നീ എന്നോട് ക്ഷമിക്ക്. നിന്റെ വാല്യൂ മനസ്സിലാക്കാൻ നീ ഇല്ലാത്ത കുറേ ദിവസങ്ങൾ എനിക്ക് വേണ്ടിയത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം പുറത്ത് നീ എന്നോടൊപ്പം വേണം. നിന്റെ കഴിവുകൾ എന്താണെന്നോ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഞാൻ ഒന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അതുണ്ടാവില്ല. നിന്നോടൊപ്പം എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. പ്രോമിസ്. ജീവിതം അങ്ങനെയാണ്. ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ അതിനെയൊക്കെ മറികടക്കാം. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് പ്രകടിപ്പിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സാധാരണയാണ്. അത് എങ്ങനെ മനസ്സിലാക്കി ജീവിക്കുക എന്നതിലാണ് കാര്യം.